നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. സർക്കാരിന്റെ വിദ്യാഭ്യാസ നയത്തിനെതിരെ പരിഷത്ത് ജാഥയ്ക്ക് കണ്ണൂരിൽ 18 കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഒന്നാം ജാഥയ്ക്ക് 16-ന് പയ്യന്നൂർ ഓണക്കുന്നിലും രണ്ടാം ജാഥയ്ക്ക് പിലാത്തറയിലുമാണ് സ്വീകരണം. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം എന്ന സന്ദേശമുയർത്തി തോൽപ്പിച്ചാൽ നിലവാരം കൂടുമോ എന്ന ചോദ്യവുമായാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജാഥ നടത്തുന്നത്. സംസ്ഥാന പ്രസിഡന്റ് മീരാബായി, സംസ്ഥാന കമ്മിറ്റി അംഗം എം ദിവാകരനും ക്യാപ്റ്റനുമായ 2 ജാഥകളും ഡിസംബർ 10-ന് തിരുവനന്തപുരത്ത് സമാപിക്കും. സംസ്ഥാന സർക്കാരിന്റെ വിദ്യാഭ്യാസ നയത്തിനെതിരെയാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജാഥ നടത്തുന്നത്. ഈ മാസം 16, 17, 18 തീയതികളിൽ കണ്ണൂർ ജില്ലയിലെത്തുന്ന ജാഥയ്ക്ക് 14 മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 22 കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകുമെന്ന് സംഘാടകർ അറിയിച്ചു. കേരളത്തിലെ സ്കൂൾ വിദ്യാഭ്യാസ നിലവാരം പോരാ എന്നൊരു അഭിപ്രായം പല കോണുകളിൽ നിന്നുണ്ടായി വരുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു പരിഹാരം നല്ല നിലക്ക് ആണ് സംസ്ഥാന ഗവൺമെൻറ് ഒരു പുതിയ ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. അത് 8ാം ക്ലാസ് മുതൽ 8, 9, 10 ക്ലാസ്സുകളിൽ 30% മിനിമം മാർക്ക് നിർബന്ധമാക്കുന്ന ഒരു തീരുമാനമാണ് ആ ഉത്തരവിലൂടെ ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് നമ്മൾ ഇതുവരെ പിന്തുടർന്നു പോന്ന വിദ്യാഭ്യാസ സമീപനങ്ങൾക്ക് വിരുദ്ധമാണ്. കുട്ടികൾ തോൽക്കുന്നത് അവരുടെ മാത്രം പ്രശ്നമല്ല, അതിന് നമ്മളൊക്കെ കാരണക്കാരാണ്. രക്ഷിതാക്കളും നാട്ടുകാരും ഗവൺമെൻറ്റും ഒക്കെ അതിന് കാരണക്കാരാണ്. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം എന്ന സന്ദേശമുയർത്തി തോൽപ്പിച്ചാൽ നിലവാരം കൂടുമോ എന്ന ചോദ്യവുമായാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജാഥ നടത്തുന്നത്. സ്വീകരണ കേന്ദ്രങ്ങളിൽ മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കുന്നതിനായി ഒപ്പുശേഖരണം, വിദ്യാഭ്യാസ സെമിനാർ, ബാലവേദി, കുട്ടികളുടെ ഗായക സംഘത്തിന്റെ അവതരണം എന്നിവ ജാഥാ കേന്ദ്രങ്ങളിൽ നടക്കും. സംസ്ഥാന പ്രസിഡന്റ് മീരാബായി, സംസ്ഥാന കമ്മിറ്റി അംഗം എം ദിവാകരനും ക്യാപ്റ്റനുമായ 2 ജാഥകളും ഡിസംബർ 10-ന് തിരുവനന്തപുരത്ത് സമാപിക്കും. കണ്ണൂരിൽ 16-ന് 4 മണിക്ക് ഒന്നാം ജാഥ പയ്യന്നൂർ ഓണക്കുന്നിലും രണ്ടാം ജാഥ 4 മണിക്ക് പിലാത്തറയിലും ജില്ലയിലെ ആദ്യ സ്വീകരണം നൽകും. വാർത്താ സമ്മേളനത്തിൽ പരിഷത്ത് കേന്ദ്ര നിർവാഹക സമിതി അംഗം ടി ഗംഗാധരൻ, ഭാരവാഹികളായ PT രാജേഷ്, ജ്യോതി കേളോത്ത്, MP സനൽകുമാർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. കൂടുതൽ വാർത്തകൾ അറിയാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഒപ്പം YouTube ചാനൽ സന്ദർശിക്കുക. വാർത്തകൾ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.